എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസാമാന്യ ബുദ്ധിയും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ദിവ്യദൃഷ്ടി, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു അസാമാന്യമായ കഴിവ്, വിശിഷ്ട സിദ്ധി, മറ്റുള്ളവരുടെ ഹൃദയ വ്യാപാരങ്ങളെ വായിച്ചറിയാനുള്ള പരഹൃദയ ജ്ഞാനം, ഈ കഴിവൊക്കെ ഉള്ള ഒരാൾ വടക്കുന്ന് പുറപ്പെട്ടു എന്ന് കേട്ടാൽ തന്നെ അടി തൊഴുന്നേൻ സ്വാമി, മുടി തൊഴുന്നേൻ സ്വാമി, അടി തൊട്ടു മുടിയോളം ഉടൽ തൊഴുന്നേ സ്വാമി എന്ന് പറഞ്ഞ് ഭക്തിയോടെ എന്നും ഇറങ്ങാൻ നമ്മൾ തയ്യാറായിരുന്നു. എന്നാൽ അങ്ങനെ അവകാശപ്പെട്ട ആളുകളെല്ലാം വ്യാജൻസ് ആയിരുന്നു. ചുരുക്കം ചിലർക്ക് മനുഷ്യസാധ്യമായ ചില കഴിവുകൾ ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതലും തള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ഒറിജിനൽ മുതലുകൾ എത്തിത്തുടങ്ങി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത്തരം മുതലുകളുടെ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു വലിയ ഉദാഹരണം തന്നെ പറയണം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അധികവും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളാണ്. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് ധാരണകളൊക്കെ ഉണ്ട്. അതിന് സ്ക്രീനുണ്ട്, ബാറ്ററി ഉണ്ട്, പ്രോസസ്സറുണ്ട് എന്നൊക്കെ ഏത് പോലീസുകാരനും അറിയാം. അതൊക്കെയാണ് അതിൻ്റെ ഹാർഡ്വെയർ എന്നും നമുക്കറിയാം. ചുരുക്കം പറഞ്ഞാൽ കണ്ണിൽ കാണുന്നതെല്ലാം ഹാർഡ്വെയർ ആണ്. അതുപോലെ കണ്ണിന് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും മൊബൈൽ ഫോണിലുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ ചില നിർദ്ദേശങ്ങൾ, അതായത് നമ്മൾ സ്ക്രീനിൽ തൊടുമ്പോൾ അവിടെ ഒരു ലൈറ്റ് തെളിയണം, അല്ലെങ്കിൽ ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ദൃശ്യമല്ലാത്ത ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വിവിധ പ്രോഗ്രാമുകൾ, ആപ്പുകൾ, ഇതൊക്കെ ചേർത്താണ്, ഇങ്ങനെ കണ്ണിൽ കാണാൻ പറ്റാത്ത എല്ലാറ്റിനെയും കൂടി ചേർത്താണ് നമ്മൾ സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സോഫ്റ്റ്വെയറുകൾ ഇല്ലെങ്കിൽ ഫോണിലെ ക്യാമറയ്ക്കോ പ്രോസസ്സറിനോ സ്ക്രീനിനോ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. സോഫ്റ്റ്വെയർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് ഹാർഡ്വെയറുകൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ ഒരു ആശയവിനിമയം നിലനിൽക്കുന്നു എന്നാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. രണ്ടുപേരും രണ്ട് ഭാഷക്കാരാണ്. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് പിടികിട്ടില്ല. പക്ഷേ ഇത് തമ്മിൽ പിടി കിട്ടാതിരുന്നാൽ ഒരു പണിയും നടക്കില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇവരെ സഹായിക്കണമല്ലോ. തീർച്ചയായും ഇതിന് വേണ്ടി നടുക്കിൽ ഒരാളുണ്ട്. രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം, നമ്മൾ നാട്ടുമ്പുറത്ത് പറയില്ലേ ബ്രോക്കർ, അതുപോലത്തെ നാട്ടുഭാഷയിൽ വിളിക്കാവുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. ഇത് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യങ്ങൾ ഹാർഡ്വെയറിലേക്ക് എത്തിക്കുകയും ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും അതിൻ്റെ ഫലം തിരികെ സോഫ്റ്റ്വെയറിന് നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ ഫോണിൽ യൂട്യൂബ് എന്ന സോഫ്റ്റ്വെയറിൽ ഞെക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ കാണണം എന്നുള്ള വിചാരത്തോടെ നമ്മൾ ഞെക്കുക. യൂട്യൂബ് എന്ന ആപ്പിന് നമുക്ക് വീഡിയോ കാണിച്ചു തരണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി സ്പീക്കറും വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യൂട്യൂബ് ആപ്പ് ഉടനെ തന്നെ ഈ നടുവിലിരിക്കുന്ന മൂന്നാമനോട് അല്ലെങ്കിൽ ബ്രോക്കറോട് സഹായം ചോദിക്കുകയാണ്. ആ ബ്രോക്കർ ആ അഭ്യർത്ഥന സ്വീകരിച്ച് അനുയോജ്യമായ ഒരു ഡ്രൈവർ വഴി സ്ക്രീനും സ്പീക്കറും പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ സ്പീക്കർ ശബ്ദം പുറപ്പെടുവിക്കുന്നു, സ്ക്രീൻ നമുക്ക് ദൃശ്യങ്ങൾ, സിനിമയോ ക്ലിപ്പോ കാണിച്ചു തരുന്നു. അപ്പോൾ ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആൾ നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി. ആരാണ് ഈ സംവിധാനം? എന്താണ് പുള്ളിയുടെ പണികൾ? ഈ ബ്രോക്കർ സംവിധാനത്തിൻ്റെ പേരാണ് ലിനക്സ് കെർണൽ. ഇതും ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, പക്ഷേ ഒരു സാധാരണ സോഫ്റ്റ്വെയർ അല്ല. ഫോണിലെ മറ്റെല്ലാ സോഫ്റ്റ്വെയറുകൾക്കും ഹാർഡ്വെയറുമായി ബന്ധപ്പെടാൻ വഴിയൊരുക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. നമ്മൾ മുമ്പ് പറഞ്ഞാണ്. അതായത് നിസ്സാര സോഫ്റ്റ്വെയറായി നമ്മൾ കരുതണ്ട. ദാദം കി ബീച്ചുമേ ബെഡ ദാദ എന്ന് നടൻ തിലകൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരു ബെഡ സംഭവമാണ് ഇത്. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ലിനക്സ്, ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്, നിരന്തരമായി കേൾക്കുന്ന ഒന്നാണ്. ഇത് ഒരു നിരവധി വലിയ സോഫ്റ്റ്വെയറുകൾ ചേർന്ന ഒരു സോഫ്റ്റ്വെയർ സാമ്രാജ്യം തന്നെയാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലിനക്സ് കെർണൽ എന്ന് പറയുന്ന കേന്ദ്ര പ്രോഗ്രാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നാണ് ഇവനെ പറയുന്നത്. ഈ കേർണൽ ചെയ്യുന്ന ജോലികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് ഇവൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവൻ ഒരു സേഫ്റ്റി ഓഫീസർ ആണ്. ഏത് വഴിക്കാണ് ഇവൻ ഈ എന്താ പറയുക കാവൽക്കാരനാകുന്നത്?
സേഫ്റ്റി ഓഫീസറാകുന്നത്, എങ്ങനെയാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മൾ പല പല ആപ്പുകളും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഏത് ആപ്പിലാണ് അതിൽ ക്യാമറയോ മൈക്രോഫോണൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ആൻഡ്രോയിഡിൻ്റെ സുരക്ഷാ സംവിധാനമാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം നടപ്പിലാക്കുകയും ഹാർഡ്വെയറിലേക്കുള്ള പ്രവേശനവും നിയന്ത്രിക്കുന്നത് ഈ ലിനക്സ് കർണലാണ്. കർണലിൻ്റെ അനുവാദമില്ലാതെ ഒരു ആപ്പിനും ഒരു ഹാർഡ്വെയറിലേക്കും പ്രവേശനമില്ല, തൊടാൻ പോലും സമ്മതിക്കില്ല. പക്ഷേ സൈബർ ലോകത്തും നമ്മുടെ ലോകത്തുള്ളതുപോലെ ഇഷ്ടംപോലെ കള്ളന്മാരുണ്ട്. ഇവർ ടെക്നോളജി പഠിച്ച കള്ളന്മാർ അഥവാ ഹാക്കർമാർ എന്ന് വിളിക്കുന്നു. ഇവന്മാർക്ക് കർണലിൻ്റെ ഈ സുരക്ഷാ സംവിധാനത്തെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മുഴുവൻ സിസ്റ്റത്തെയും ബാധിക്കുന്ന ഗുരുതരമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയും. കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞു കയറി നിയന്ത്രണം പിടിക്കാനായി ഏതെങ്കിലും ഹാക്കർ ശ്രമിച്ചാൽ ആ ശ്രമം വിജയിക്കണമെങ്കിൽ ഈ കർണലിൻ്റെ കണ്ണ് വെട്ടിക്കണം. കർണലിലെ ഏതെങ്കിലും സ്ഥലത്തൊരു ബ്ലൈൻഡ് സ്പോട്ടോ, അതായത് ഒരു അന്ധത, ചില ഭാഗങ്ങളിൽ മാത്രം ഒരു നോട്ടെത്തായ്മയോ പിഴവോ സംഭവിച്ചാൽ മാത്രമേ ഹാക്കർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അകത്ത് കടക്കാൻ പറ്റൂ. കർണലിൻ്റെ അങ്ങനത്തെ ഒരു പിഴവ് ഉപയോഗപ്പെടുത്തി കർണലിൻ്റെ അധികാരം മുഴുവൻ നേടുന്ന ഒരു ആക്രമണത്തെ സാങ്കേതിക ലോകത്ത് പറയുക കർണൽ ലെവൽ എക്സ്പ്ലോയിറ്റ് എന്നാണ്. ഇതൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്കൊരു പാട്ട് കേട്ടുകൊണ്ട് ഒരു വാട്സപ്പ് വർക്ക് ചെയ്യണം. വാട്സപ്പ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ടും കേൾക്കണം. അപ്പോൾ ആരാണ് ഇതിനെ സഹായിക്കുന്നത്? അപ്പോൾ ഈ കർണൽ ഇടപെട്ടിട്ട് നമ്മുടെ ഫോണിൻ്റെ റാമിൻ്റെ ശേഷി പരിശോധിച്ച് ഏത് ആപ്പിന് എത്ര റാം കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കും. അതൊക്കെ ഈ കർണൽ വീതിച്ച് കൃത്യമായി ചെയ്യും. അതുപോലെ സാംസങ്, സോണി പോലുള്ള ചില കമ്പനികൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ ക്യാമറ ഉണ്ടാക്കും, പുതിയ ഇതുപോലുള്ള മൊബൈൽ ഫോണിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന പ്രോസസ്സറുകൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എന്ന് നമ്മൾ ഫോണിൽ കൊണ്ട് ഫിറ്റ് ചെയ്താൽ ആൻഡ്രോയിഡ് ചോദിക്കുന്നത് എന്താ സംഭവം എന്നാണ് ചോദിക്കുക. ഇത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇത് ഇന്നതാണ് എന്ന് ആൻഡ്രോയിഡിന് മനസ്സിലാവുന്ന വിധത്തിലുള്ള ഭാഷയിലേക്ക് ആ സംഭവം മാറ്റിക്കൊടുക്കുന്നത് കർണലിൻ്റെ ഉള്ളിലുള്ള ചില സോഫ്റ്റ് സെർവറുകൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഈ 10-30 വർഷമായി ഈ ഫോണുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് വലിയ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന സിലിക്കൺ വാലിയെ, നമ്മുടെ നാട്ടിലൊന്നല്ല, അമേരിക്കയിലെ സിലിക്കൺ വാലിയെ ഞെട്ടിച്ച ഒരു ചില സംഭവങ്ങൾ, വെളിപ്പെടുത്തലുകൾ വന്നു. ഈ ലിനക്സ് കർണൽ എന്ന സുരക്ഷാ സംവിധാനത്തിൽ 23 വർഷമായി നിലനിന്നിരുന്ന ഒരു സുരക്ഷാ പിഴവ് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതേസമയം മറ്റൊരു ഗവേഷണത്തിൽ ക്ലോഡ് മിത്തോസ് എന്ന ഒരു AI, അതിൻ്റെ ആ മോഡൽ, പുതിയ മോഡൽ 2026 മോഡൽ FFmpeg എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ 16 വർഷം പഴക്കമുള്ള ഒരു സുരക്ഷാ പിഴവും കണ്ടെത്തിയതായ വെളിപ്പെടുത്തൽ നടത്തി. ഈ FFmpeg പറ്റി ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല, കാരണം ഈ പ്രഭാഷണം നീണ്ടുപോകും. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് ചില പിഴവുകൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ആരാണോ നമ്മുടെ സേഫ്റ്റി ഓഫീസർ, ആ സേഫ്റ്റി ഓഫീസർക്ക് പോലും സേഫ്റ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പിഴവ് ദുരുപയോഗപ്പെടുത്തി ഹാക്കർമാർക്ക് ചില സാഹചര്യങ്ങളിൽ സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം തന്നെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അവരെ ദൈവം സഹായിച്ചാൽ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി മൊത്തം താറുമാറാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു, പണം കൊള്ളയടിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു സുരക്ഷാ പിഴവുമായി 23 വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ ആൻഡ്രോയിഡ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രഹസ്യം ആരാണ് വെളിപ്പെടുത്തിയത്? സിലിക്കൺ വാലിയിലെ അങ്ങേയറ്റത്തെ തലമണ്ടയുള്ള വമ്പൻ ടെക് ഭീമന്മാരല്ല ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കാരണം 23 വർഷങ്ങളായി അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും പിഴവിലൂടെ ആരെങ്കിലും അകത്ത് കടക്കുന്നുണ്ടോ എന്നൊക്കെ അവർ പരിശോധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവർക്കൊന്നും ഈ പിഴവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് കഴിയുന്ന കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. മനുഷ്യനല്ല ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങി വയ്ക്കുമ്പോൾ ചില അസാമാന്യ ബുദ്ധിയുള്ള, പരഹൃദയ ജ്ഞാനമുള്ള, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന വിശിഷ്ട സിദ്ധിയുള്ള ചില ആളുകളെ പറ്റി, ചില അവകാശപ്പെടുന്ന ചില ദിവ്യന്മാരെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ.
അതേ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു വ്യക്തി എന്ന് നമ്മൾ മനുഷ്യരിലെ ചിലരെ പറ്റി പറഞ്ഞു. പക്ഷെ മനുഷ്യരിൽ നിർഭാഗ്യവശാൽ അത്തരക്കാരില്ല. എന്നാൽ മനുഷ്യർ സൃഷ്ടിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ, AI-കൾ ഇത്തരം കഴിവുകളുമായി അവതരിച്ചിരിക്കുകയാണ്. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന AI-കളുണ്ട്. ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്. ഈ പറഞ്ഞ AI-കളൊക്കെ നിസ്സാരന്മാരാണ്. ഇവരൊക്കെ കണ്ടാൽ നമ്മൾ ഇപ്പോൾ അവതരിച്ച AI പറയുക ഇതൊക്കെ എന്ത് എന്നാണ്, സലികുമാർ ശൈലിയിലാണ് പറയുക. അത്രയ്ക്കും മാരകനും ഭീകരനുമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്ലോഡ് മിത്തോസ്, പിന്നെ ക്ലോഡ് കോഡ് എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. ഈ രണ്ട് സംവിധാനങ്ങളുടെയും സഹായത്താലാണ് ഒരു കമ്പനി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. ആന്ത്രോപിക് എന്നാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയ കമ്പനിയുടെ പേര്. ഈ AI, അതായത് ക്ലോഡ് മിത്തോസ് എന്ന AI-യുടെ ജനനം 2026 മാർച്ചിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അടുത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവളെ ജനിപ്പിച്ച കമ്പനിയുടെ പേരാണ് ആന്ത്രോപിക്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. അധികകാലമൊന്നും ആയിട്ടുള്ള 5 വർഷം മുമ്പ് 2021 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഈ കമ്പനി ഉണ്ടാക്കിയവർ ചാറ്റ് GPT ഉണ്ടാക്കിയ കമ്പനി തന്നെയാണ്. അതായത് പഴയ കളരിയാണ്, പഴയ കളരി പരമ്പരയാണ്. ചാറ്റ് GPTയുടെ കമ്പനിയായ ഓപ്പൺ AI-യിൽ നിന്നും വിട്ടുവന്ന ചിലരാണ് ഈ ആന്ത്രോപിക് കമ്പനി ഉണ്ടാക്കിയത്. ഇവിടെ രണ്ട് പേരുകൾ, മനുഷ്യരുടെ പേരുകൾ, നമ്മൾ രണ്ട് സഹോദരന്മാരുടെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡാരിയോ അമോദി, ഡാനിയേല അമോദി സഹോദരന്മാരാണ്. ഇവരുടെ പേരിൽ തന്നെ മോദിയില്ല എന്ന് ഉണ്ട്. അതായത് അമോദി എന്നാണല്ലോ ഇവരുടെ സർനെയിം. അതുകൊണ്ട് തന്നെ അവരുടെ തല നിറച്ചും ബുദ്ധിയാണ്, മുടിഞ്ഞ തലയാണ് എന്നാണ് പറയുന്നത്. ചാറ്റ് GPT ഉണ്ടാക്കി അതൊക്കെ ഹിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇവർ മറ്റൊരു ആശയം അവരുടെ കമ്പനിയായ ഓപ്പൺ AI-യിൽ മുന്നോട്ട് വെച്ചു. എന്താണ് അവർ മുന്നോട്ട് വെച്ചത് എന്ന് പിന്നീട് ഈ സഹോദരന്മാർ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. അത് അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. AI എങ്ങനെ വികസിപ്പിക്കണം എന്നതിനെക്കുറിച്ച് തങ്ങൾക്കൊരു വ്യത്യസ്ത കാഴ്ചപ്പാട് രൂപപ്പെട്ടു. വലിയ AI മോഡലുകൾ വളരെ വേഗത്തിൽ ശക്തമാകുകയാണ്. അതിനാൽ AI സേഫ്റ്റി, AI അലൈൻമെൻറ്റ്, AI ഇൻ്റർപ്രറ്റബിലിറ്റി എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ഗവേഷണ സ്ഥാപനം വേണമെന്ന് ഞങ്ങൾ കമ്പനിയിൽ പറഞ്ഞിരുന്നു. AI വികസനത്തിൻ്റെ ദിശയെക്കുറിച്ച് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ദർശനം പിന്തുടരാനാണ് താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ ആന്ത്രോപിക് എന്ന കമ്പനി സ്ഥാപിച്ചു. ഇവിടെ ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഇവർ പറഞ്ഞത് AI സേഫ്റ്റി എന്നതിനെ പറ്റിയാണ്. എന്തുട്ടാണ് ഇത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. AI സേഫ്റ്റി എന്ന് നമ്മൾ കേട്ടാൽ AI-യുടെ സേഫ്റ്റി അല്ല. AI-ക്ക് സേഫ്റ്റിയുടെ ആവശ്യമില്ല, മനുഷ്യർക്കാണ് സേഫ്റ്റിയുടെ ആവശ്യം. AI എന്ന് പറയുന്ന ഈ സംവിധാനം മനുഷ്യർക്ക് അപകടമുണ്ടാക്കാതെയും മനുഷ്യരുടെ താല്പര്യങ്ങളെ മാനിച്ചും സുരക്ഷയെ മാനിച്ചും പ്രവർത്തിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് AI സേഫ്റ്റി. AI-യിൽ നിന്ന് എന്തൊക്കെ സേഫ്റ്റിയാണ് നമുക്ക് വേണ്ടത്? AI-യോടൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി മറുപടി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പലതും തെറ്റായിരിക്കാം. ഇത് മനസ്സിലാക്കാതെ ഈ ഉത്തരവും കൊണ്ട് നമ്മൾ പൊതുമധ്യത്തിൽ പോയി അവിടെ പോയാൽ നാണക്കേടുണ്ടാകും. അങ്ങനെ മനുഷ്യർ നാണം കെടുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ ആ നാണക്കേടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിനെന്ത് വേണം? അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് AI പറയണം. ഇന്ന് AI മോഡലുകൾക്ക് എനിക്കറിയില്ല എന്ന് പറയാൻ ഇത്തിരി മടിയാണ്. അവർക്ക് അങ്ങനെ പരിശീലനം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ തെറ്റായ ഉത്തരങ്ങൾ അവർ നൽകുന്നുണ്ട്. ഇതിനെ കുറയ്ക്കാനുള്ള ഗവേഷണം ഇപ്പോൾ തുടരുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ സഹോദരന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ AI ഇപ്പോൾ അപകടകരമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ആളുകളെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് AI-യോട് ചോദിച്ചാൽ പുള്ളി മടിയായി പറഞ്ഞു കൊടുക്കുന്നു. ഇത് അപകടമാണ്. AI-യെ അത് പാടില്ല എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനും ഗവേഷണങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ സഹോദരന്മാർ ഇതിലാണ് ഊന്നിയത്. മറ്റൊന്നാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. AI അലൈൻമെൻറ്റ്. മനുഷ്യൻ ഉദ്ദേശിച്ചതുപോലെ വേണം AI പ്രവർത്തിക്കാൻ. അതാണ് ഈ അലൈൻമെൻറ്റ്. നമ്മൾ തമ്മിൽ ഒരു യോജിപ്പിൽ പോകണം. നമ്മൾ ഒരു കത്തെഴുതാൻ AI-യോട് പറഞ്ഞു. AI കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മതിയായും തോന്നിയപ്പോൾ പറഞ്ഞു, മിസ്റ്റർ AI ഇനി കത്ത് ചുരുക്കിക്കോളൂ എന്ന് നമ്മൾ പറയുന്നു.
നമ്മളോട് ശരി എന്ന് പറഞ്ഞ് ആ കത്ത് മുഴുവനും മായ്ച്ചു കളഞ്ഞാലോ, അദ്ദേഹം അത് തെറ്റായാണ് ധരിച്ചതെങ്കിലോ? അപ്പോൾ അലൈൻമെൻറ്റ് പരാജയപ്പെട്ടു എന്നാണ് ടെക്നിക്കൽ ഭാഷയിൽ പറയുക. അപ്പോൾ നമ്മൾ എ ഭാഷയുടെ പ്രയോഗങ്ങൾ വരെ പഠിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് യുടെ ഇൻ്റർപ്രെറ്റബിലിറ്റി. എന്താണത്? ഈ ഇൻ്റർപ്രെറ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത്, ഒരു പറയുകയാണ് ഇയാൾക്ക് ക്യാൻസറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, മിസ്റ്റർ ഐ താങ്കൾ എങ്ങനെയാണ് ഈ തീരുമാനത്തിലെത്തിയത്? അങ്ങനെയൊന്നുമില്ല, അത് ഞാൻ കണ്ടുപിടിച്ചതാണ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഇപ്പം അങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു ഒരു കാര്യത്തെപ്പറ്റി ഒരു തീരുമാനത്തിലെത്തുമ്പോൾ എങ്ങനെ ആ തീരുമാനത്തിലെത്തി എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുന്നത് പോലെ ഘട്ടം ഘട്ടമായി അത് വിശദീകരിച്ച് തരണം. അങ്ങനെ ഘട്ടം ഘട്ടമായി വിശദീകരിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ അതിലെത്തിയത് എന്ന് പറയണം. അപ്പോഴാണ് അയാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇതാണ് ഈ യുടെ ഇൻ്റർപ്രെറ്റബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. യുടെ ആന്തരിക പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ ഇൻ്റർപ്രെറ്റബിലിറ്റി. ചുരുക്കി പറഞ്ഞാൽ യുടെ സേഫ്റ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സഹോദരന്മാർ എന്തിനാണ് ഊന്നിയത് എന്ന് വെച്ചാൽ, ഒന്ന്, മനുഷ്യർക്ക് അപകടമുണ്ടാക്കരുത്. രണ്ട്, മനുഷ്യരുടെ നിർദ്ദേശങ്ങളും മൂല്യങ്ങളും കഴിയുന്നത്ര കൃത്യമായി ഈ പാലിക്കണം. തെറ്റ് സംഭവിക്കുമ്പോൾ അത് കണ്ടെത്താനും അതുപോലെ നിയന്ത്രിക്കാനും ക്ക് കഴിയണം. ഈ മൂന്നും സാധ്യമായാലേ എന്ന് പറയുന്ന സംവിധാനം സേഫാണ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ സഹോദരന്മാർ, മുടിഞ്ഞ തലയുള്ള ആ സഹോദരന്മാർ ഇത്തരം സേഫ്റ്റിയുള്ള ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ കമ്പനിയായ ആന്ത്രോപിക് സ്ഥാപിച്ചത്. ഈ കമ്പനി സ്ഥാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് യുടെ ഫീൽഡിൽ ഒരു പുതിയ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായി കരുതരുത്. ഇന്നത്തെ സ്ഥിതിയിൽ അത്യന്താധുനികമായ മോഡലുകൾ വികസിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വലിയ വൻതോതിൽ കമ്പ്യൂട്ടിംഗ് ശക്തി ആവശ്യമാണ്. അതുപോലെ തന്നെ കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമാണ്. എന്നാൽ ഇവന്മാരുടെ തലയെപ്പറ്റി അറിയാവുന്ന ചില വമ്പൻ കമ്പനികൾ, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ വമ്പൻ ടെക് കമ്പനികൾ അവർക്ക് വേണ്ടി നിക്ഷേപം നടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ കാശിന് വല്ല പഞ്ഞവുമുണ്ടോ? 2021 സ്ഥാപിതമായ ഈ കമ്പനി പിന്നീട് ക്ലോഡ് എന്ന പേരിൽ മോഡലുകളുടെ ഒരു കുടുംബം തന്നെ പുറത്തിറക്കാൻ തുടങ്ങി. 2023 ക്ലോഡ്, ക്ലോഡ് 1 തന്നെ പറയാം. 2023 തന്നെ ക്ലോഡ് 2 ഇറക്കി. തുടർന്ന് 2024 ക്ലോഡ് 3 ഇറക്കി, 3.5 ഇറക്കി, 2025 ക്ലോഡ് 4 ഇറക്കി. അപ്പോൾ ഒക്കെ ക്ലോഡാണ്. അത് ഒരു പൊതുപേരാണ്. നമ്മൾ ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3 എന്നൊക്കെ പറഞ്ഞാലും ദൃശ്യം ആണല്ലോ അതിൻ്റെ ഒരു പൊതുപേര്. അപ്പോൾ ക്ലോഡ് എന്നത് ഇവരുടെ ഒരു കുടുംബത്തിൻ്റെ പൊതുപേരാണ്. 2026 ആന്ത്രോപിക് കമ്പനി ക്ലോഡ് കുടുംബത്തിലെ ഏറ്റവും പുതിയ ഗവേഷണ മോഡലായ ക്ലോഡ് മിത്തോസ് പ്രിവ്യൂ അവതരിപ്പിച്ചത്. ക്ലോഡ് മിത്തോസ് പ്രിവ്യൂ. എന്നാൽ ഇത് നമ്മുടെ നാട്ടുകാർക്കുള്ളതല്ല, പബ്ലിക്കിന് ഇത് കൊടുക്കൂല. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ചില ഗവേഷകരും സുരക്ഷാ ഗവേഷണ സ്ഥാപനങ്ങളും മാത്രമാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചത്. ഇനി നമ്മൾ നോക്കാനുള്ളത് ക്ലോഡ് കോഡ് എന്താണെന്നുള്ള. അദ്ദേഹമാണല്ലോ 23 വർഷം ഉള്ള ഒരു പിഴവിനെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മളിതിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു നിർദ്ദേശങ്ങളാണ്. പക്ഷേ കോഡിംഗ് എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ എഴുതുന്ന ഒരു പ്രക്രിയയാണ്. കമ്പ്യൂട്ടറുകൾക്കും മൊബൈൽ ഫോണുകൾക്കും അതുപോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എഴുതുന്ന പ്രക്രിയ, അതാണ് ഈ കോഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലോഡ് കോഡ് എന്നത് കോഡിംഗ് ജോലികൾ ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണമാണ്. ഇതാണ് ആന്ത്രോപിക് കമ്പനി ഉണ്ടാക്കിയത്. അവർ പുറത്തേക്ക് ഇറക്കിയ മോഡലുകളുടെ സഹായത്തോടെയാണ് ഈ ക്ലോഡ് കോഡ് എന്ന് പറയുന്ന സംഭവം എഴുതുന്നതും വിശകലനം ചെയ്യുന്നതും പിഴവുകളൊക്കെ കണ്ടെത്തുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഈ കോഡിംഗ് ജോലികൾ എന്നുകൂടി നമുക്ക് വിശദീകരിക്കേണ്ടി വരും. കോഡിംഗ് എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറുകൾക്കും മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും കൃത്യമായി പ്രവർത്തിക്കാൻ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആണ് ഈ കോഡുകൾ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികളാണ് ഈ കോഡിംഗ് ജോലികൾ. നമ്മൾ പറയില്ലേ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, പ്രോഗ്രാമിംഗ് ജോലികൾ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. സോഫ്റ്റ്വെയറുകളും പിന്നെ അതുപോലെ ആപ്പുകളും ഉണ്ടാക്കുക, അതിൽ വരുന്ന പിഴവുകൾ തിരുത്തുക, ഇതൊക്കെ
ഈ കോഡിംഗ് ജോലികളിൽ നമ്മൾ പെടുത്തുന്നതാണ്. മനുഷ്യരുടെ കോഡിംഗ് ജോലികളെ, ഇത്തരം ജോലികൾ വേഗത്തിലാക്കാനും കോഡ് എഴുതാനും പിഴവുകൾ കണ്ടെത്താനും സഹായിക്കുന്ന സഹായി ടൂളാണ് ഈ AI ഉപകരണമായ ക്ലോഡ് കോഡ്. ഒരിക്കൽ ആന്ത്രോപിക് ഗവേഷകനായ നിക്കോളാസ് കാർലിനി ക്ലോഡ് കോഡിനോട് പറഞ്ഞു, 23 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ലിനക്സ് കർണൽ എന്ന ഹൃദയത്തിൻ്റെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തൂ. അതൊരു പ്രോംപ്റ്റാണ്, അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ക്ലോഡ് കോഡ് ചെയ്തത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫയലുകൾ വായിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അവരുടെ ഫങ്ഷനുകൾ തമ്മിലുള്ള ബന്ധം പരിശോധിച്ചു. പുള്ളി പൊട്ടുന്നതിനെ കർണലിൽ ഒരു പിഴവ് കണ്ടെത്തി. പറഞ്ഞു, ബഫർ ഓവർഫ്ലോ ആകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ക്ലോഡ് പറഞ്ഞ ബഫറിൻ്റെ ഓവർഫ്ലോയും? അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഹോട്ടലിൽ 112 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാൾ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ ഹാൾ ആണ് ബഫർ. അവിടെ ഇരിക്കാൻ കഴിയുന്ന 112 കസേരകളോ അല്ലെങ്കിൽ മനുഷ്യരോ ആണ് അവിടുത്തെ ഡാറ്റ. ആ ഹാളിൽ 112 പേർക്ക് ഇരിക്കാം എന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരാളുണ്ട്. അയാളാണ് അത് അവിടെ എഴുതി വെച്ചത്. അയാളാണ് അത് പ്ലാൻ ചെയ്യുമ്പോൾ 112 പേർക്ക് ഇരിക്കാം എന്ന് എഴുതി വെച്ചത്. അതാണ് അതിൻ്റെ കോഡ്. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു പുതിയ കോഡ് അവിടെ നടപ്പാക്കുകയാണ്. ഇനി ആ ഹാളിൽ 1024 പേർ വരെ പങ്കെടുക്കാം എന്നൊരു പുതിയ നിയമം, ഒരു കോഡ് വേറെ എഴുതുകയാണ്. ഈ പഴയ കോഡിനെ പറ്റി അറിയാതെ ഒരാൾ എഴുതുകയാണ്. പക്ഷേ അത് പറ്റണമെങ്കിൽ ഹാള് വലുതാക്കണ്ടേ? പക്ഷെ ഇവിടെ ഹാള് വലുതാക്കിയിട്ടൊന്നുമില്ല, പഴയ ഹാള് തന്നെയാണ്, പക്ഷെ നിയമം മാറ്റി. അപ്പോൾ ആ ഹാളിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് 1024 പേരെ വിളിച്ചാൽ എന്താണ് സംഭവിക്കുക? ഓവർഫ്ലോ ഉണ്ടാകും. ഇതാണ് ഈ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്നത്. വിജയ് പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം ഒരു 50,000 പേര് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് 5 ലക്ഷം പേര് വരുമ്പോൾ ആകെ ആളുകൾ തമ്മിൽ ചവിട്ടിക്കുത്തി ചത്തു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെയാണ് ഈ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇതുപോലൊരു പ്രശ്നമാണ് ക്ലോഡ് ഈ കമ്പ്യൂട്ടറുകളുടെ, അതുവരെയുള്ള കമ്പ്യൂട്ടറുകളിലും ആൻഡ്രോയിഡുകളിലും കണ്ടെത്തിയത്. കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന ഒരു സംഭവമുണ്ട്, NFS എന്നാണ് അതിന് പറയുക. അവിടെ അതുപോലെ ഒരു പ്രശ്നം, നമ്മൾ ഈ പറഞ്ഞ 112ൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഹോട്ടലിലെ ഹാളിൽ 112 പേർക്ക് മാത്രമേ കസേരയുള്ളൂ എന്ന് എഴുതി വെച്ചതുപോലുള്ള ഒരു കോഡ് NFSലും, അതായത് ഈ കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിലും പണ്ട് 23 വർഷം മുമ്പ് തന്നെ എഴുതി വെച്ചിരുന്നു. എന്നാൽ ആ എഴുതി വെച്ച കോഡിനെ മറന്നുകൊണ്ട് 1024 പേരെ കയറ്റാം എന്ന മറ്റൊരു കോഡ് എഴുതി വയ്ക്കുകയാണ് ഉണ്ടായത്. 112 പേർ എന്ന് നമ്മൾ പറയുന്നത് 112 ബൈറ്റ് ഡാറ്റ എന്നും 1024 പേർ എന്ന് പറയുന്നത് 1024 ബൈറ്റ് ഡാറ്റ എന്നും മനസ്സിലാക്കിയാൽ ഇവിടെ എന്താ ഉണ്ടാവുക? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, വിജയൻ്റെ പരിപാടി പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ഓവർഫ്ലോ ആവും. ഈ 23 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഹാക്കർ ഈ പിഴവിലൂടെ അമിതമായ ഡാറ്റ കടത്തിവിട്ടിരുന്നെങ്കിൽ അയാൾക്ക് ചില സാഹചര്യങ്ങളിൽ ഈ സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം നേടാനോ പ്രവർത്തനം തകരാറിലാക്കാനോ കഴിയുമായിരുന്നു എന്ന് ഗവേഷകർ വിലയിരുത്തുകയാണ് ഉണ്ടായത്. ഈ പിഴവ് ടെക്കികളായ നമ്മുടെ മനുഷ്യ പിള്ളേരിൽ ആരിലും വർക്ക് ചെയ്തില്ല, ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ AI അത് പൊടുന്നതിനെ കണ്ടെത്തി. പിന്നീട് നമ്മുടെ ടെക്കികളെല്ലാം അത് പരിശോധിക്കുകയും ശരിവയ്ക്കുകയും പാച്ചപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിനക്സ് കർണലിൻ്റെ ഡെവലപ്പർമാർ ആ പിഴവ് തിരുത്തി പരിഹരിച്ച് അതിനെ അപ്ഡേറ്റ് ആക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നവർ, അവരെയൊക്കെ നമ്മൾ ഓടിച്ചെന്ന് ആദരിക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ഉള്ള സംഭവമാണ്. ലോകത്തെല്ലായിടത്തും അത് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ക്ലോഡ് മിത്തോസിനെയും ക്ലോഡ് കോഡിനെയും നമ്മൾ, അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കിയ, അവരെ നിർമ്മിച്ച ആന്ത്രോപിക് കമ്പനിയെയും നമ്മൾ നോബൽ സമ്മാനം കൊടുത്ത് ആദരിക്കേണ്ടതാണ്. പക്ഷേ ഉണ്ടായത് അതല്ല. സൈബർ ലോകം ഭയന്ന് വിറയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനത്തെ ഒരു ആകെ കൺഫ്യൂഷനിലെത്തി ഭയന്ന് നിൽക്കുന്ന ഒരു സൈബർ ലോകമാണ് പിന്നീട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
AI ഉപയോഗിച്ച സുരക്ഷാ ഗവേഷണം പുതിയ തലത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ച സുരക്ഷാ വിദഗ്ധന്മാർ ഉയർത്തി തുടങ്ങി. അതിൻ്റെ വീഴ്ചകളെപ്പറ്റി, അതിനെന്തൊക്കെ ഇനി സാധ്യമാകുമെന്നതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. മനുഷ്യർ വിചാരിച്ചതിലും അപ്പുറത്തേക്കുള്ള സ്വയംഭരണ അധികാരം, അതിവേഗം സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്താനുള്ള ശേഷി, മനുഷ്യർ വർഷങ്ങളോളം പണിയെടുത്താൽ നടക്കാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുകയാണ് ഈ മെഷീൻ. ഇതൊന്നും ഈ AI മോഡലുകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങളല്ല. നമ്മുടെ സഹോദരന്മാർ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ AI കഴിവുകൾ ഇതൊക്കെ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് തനിയെ വളർന്നു വന്നതാണ്. ആന്ത്രോപിക് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്, ഈ AI ഉണ്ടാക്കിയത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സേഫ്റ്റി നോക്കിയാണ്. AI സേഫ്റ്റി എന്ന് നമ്മൾ പലതവണ പറഞ്ഞു. ഒരു പ്രതിരോധ ടൂൾ പോലെ, അല്ലെങ്കിൽ കോഡിങ്ങിലെ പിഴവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിഷ്കളങ്കമായി ഉണ്ടാക്കിയാണ്. എന്നാൽ ഈ AI കാണിച്ചെന്താണ്? ദീർഘമായ ജോലികൾ സ്വയം ആസൂത്രണം ചെയ്യാനുള്ള കഴിവ്, സങ്കീർണമായ ജോലികൾ സ്വതന്ത്രമായി ആസൂത്രണം ചെയ്ത് പൂർത്തിയാക്കാനുള്ള കഴിവ്, കോഡ് പരിശോധിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഈ AIക്ക് പ്രതീക്ഷിക്കാതെ വന്നു ചേർന്നതാണ്. ഇതൊന്നും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സഹോദരന്മാരുടെ ലക്ഷ്യമായിരുന്നില്ല. അതോടെ അത് മനസ്സിലാക്കിയപ്പോഴാണ് സിലിക്കൺ വാലിയിലാകെ അങ്കൽപ്പായത് എന്നാണ് പറയുന്നത്. ഈ AI മോഡൽ ഭാഗ്യത്തിന് ഒരിക്കലും സ്വകാര്യ വ്യക്തികൾക്കോ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കോ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അതിനാൽ തൽക്കാലം നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ എന്ന ഒരു ചോദ്യമുണ്ട്. ഇതോർത്താണ് രാഷ്ട്രങ്ങൾ ഇന്ന് ഭയന്നിരിക്കുന്നത്. ബാങ്കുകളുടെയും മറ്റ് രാജ്യരക്ഷാ വിവരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലെയും യന്ത്രങ്ങളിലെ പിഴവുകൾ ഇവൻ അതിവേഗം കണ്ടെത്തുകയും ചില സാഹചര്യങ്ങളിൽ ഗുരുതരമായ നാശനഷ്ടങ്ങളും ഇവൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം ഓർത്താണ് ഇന്ന് രാഷ്ട്രങ്ങൾ ഭയന്നിരിക്കുന്നത്. രാഷ്ട്രങ്ങളുടെ രാജ്യരക്ഷാ വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വലിയ വലിയ കമ്പ്യൂട്ടറുകൾ, ബാങ്കുകളുടെ കമ്പ്യൂട്ടറുകൾ, അവിടുത്തെ ചില പിഴവുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയാൽ, അവനെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാക്കർ ഇത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ നാശനഷ്ടം ഓരോ രാജ്യത്തിനും ഉണ്ടാകാം. ഇതൊക്കെ എപ്പോഴും പറഞ്ഞു ഭയപ്പെടുത്തിയിരുന്നത് ഹരാരി എന്ന ചരിത്രകാരനായിരുന്നു. പുള്ളി എപ്പോഴും പറയാറുള്ളത് ഈ വിഷയത്തെ പറ്റിയാണ്. അതായത് AI വളർച്ച ഇങ്ങനെ പോയാൽ എങ്ങനെയാവും, അങ്ങനെ പോയി ഇങ്ങനെയാവും, അവൻ മനുഷ്യനുമേൽ നിയന്ത്രണം നേടുമെന്നൊക്കെ നമ്മളെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഹരാരി. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, പ്ലീസ് ഒന്നും വെറുപ്പിക്കാതെ പോടേ എന്ന് നമുക്ക് തന്നെ പറയാൻ തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് പുള്ളി പേടിപ്പിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇന്ത്യക്കൊന്നും ഇതിൽ തീരെ റോളില്ല. ഇതിൻ്റെ ദുരുപയോഗത്തെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക നമ്മൾക്കാണ്. എങ്കിലും അങ്ങനെ ഇന്ത്യയിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സുരക്ഷാ ഭീഷണിയെപ്പറ്റി അത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയോ സംവിധാനം ചെയ്യുകയോ അതൊക്കെ വേണമെന്ന് ഇപ്പോഴേ ചിന്തിക്കുന്ന ഒരു തല ഇന്ന് നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ ഭരണാധികാരികളിലില്ല എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ സിലിക്കൺ വാലിയിൽ ഇതൊക്കെ നിർമ്മിക്കുന്ന സിലിക്കൺ വാലിയിൽ ഒരു പക്ഷേ ഒരു മലയാളിയെ കണ്ടേക്കാം. അവളെപ്പറ്റി നമ്മുടെ മലയാള മനോരമ പത്രം 6 കോളത്തിൽ ഇങ്ങനെ എഴുതും. ക്ലൗഡ് മിത്തോസ് ഡെവലപ്പ് ചെയ്തവരിൽ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ കോട്ടയത്തെ അരശുമൂട്ടിൽ കുടുംബത്തെ മത്തായിയുടെ ഭാര്യ സഹോദരിയുടെ മകളുടെ ചേട്ടൻ്റെ മകൾ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിൽ വന്നേക്കാം എന്ന് മാത്രം. നന്ദി, നമസ്കാരം.